ഈ കാണുന്ന ഒരു പോർട്ടബിൾ DVD പ്ലെയർ ഇത് ഞാനിവിടെ 80 രൂപയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ ഇതെനിക്ക് ആക്രിക്കടയിൽ നിന്നാണ് 80 രൂപയ്ക്ക് കിട്ടിയത്. റീസ്റ്റോറേഷൻ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ ആക്രിക്കടയിൽ ചെന്ന സമയത്ത് ഈ തവണ കിട്ടിയത് നമുക്ക് ഈ ഒരു പോർട്ടബിൾ DVD പ്ലെയർ ആയിരുന്നു. നിലവിലിപ്പം ഇതിൻ്റെ അവസ്ഥ ഈ കാണുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോർട്ടബിൾ DVD പ്ലെയർ ഇത് പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി ബാക്ക് ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടില്ല. അതുപോലെ ഈ പോർട്ടബിൾ DVD പ്ലെയറിൽ ഇൻബിൽറ്റ് ആയിട്ട് സ്പീക്കർ 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഇത് TV ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ ഓഡിയോ വീഡിയോ ഔട്ട് നമുക്ക് വേറെ TV-യിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഒരുപാട് പഴയ മോഡലാണ്. പുതിയ മോഡലുകളിലൊക്കെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനും അതുപോലെ FM റേഡിയോ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുമ്പം ആദ്യമേ ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് പരിഹരിക്കാറുള്ളൂ. ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബോർഡിൽ ഒരു SMD കപ്പാസിറ്ററിന് ചെറിയൊരു നിർവ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇതിൻ്റെ ഒരു മെയിൻ ബോർഡൊക്കെ ഫോം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിലെല്ലാം ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ താമസമായിട്ടാണ് നമ്മളിന്ന് ഫോം ക്ലീനർ ഉപയോഗിച്ച് ഈ ബോർഡ് ക്ലീൻ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള ഇങ്ങനെയുള്ള എല്ലാ പാർട്സുകളും നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് ഈ കാണുന്നൊരവസ്ഥയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു ബോർഡൊക്കെ അഴിച്ചെടുത്ത് ഇതിൻ്റെ ഒരു ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിലൊരു SMD കപ്പാസിറ്റർ ഷോർട്ട് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കപ്പാസിറ്ററും റിമൂവ് ചെയ്ത് കളഞ്ഞ് ഇതിലെ ഐസെൻസറിന് ഫ്ലെക്സ് കേബിളൊന്നും ഇല്ലാതെയാണ് നമുക്കിവിടെ കിട്ടിയത്. അത് നമ്മൾ വേറെ ഒരെണ്ണം എടുത്ത് സെറ്റപ്പാക്കി ഇതിൻ്റെ ഐസെൻസറിൻ്റെ ലെൻസ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം പഴയ പോലെ എല്ലാം റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതിലേക്ക് പവറെല്ലാം കൊടുത്ത സമയത്ത് ഇത് ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസ്ക് ഓർണിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ ഡിസ്ക് എല്ലാം റീഡായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള 2 സ്പീക്കറിൽ ഒരു സ്പീക്കർ കംപ്ലൈൻ്റ് ആയി പോയതായിരുന്നു. അതിൻ്റെ കോയിൽ കട്ടായി പോയതാണ്. അത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു പോർട്ടബിൾ DVD പ്ലെയർ ഈ കാണുന്ന രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിപ്പുണ്ടെങ്കിൽ ഒന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. മിക്കതിന് നമുക്ക് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കാണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നോക്കിയാൽ മതി. ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്.